സംഘർഷം കൊടുമ്പിരികൊള്ളുന്ന പശ്ചിമേഷ്യയിൽ നിന്നും ഏറ്റവും പുതിയതായി പുറത്തു വരുന്ന വാർത്ത, ഇറാൻ ഒരു ഫത്ത ഇറക്കുവാനുള്ള ആലോചനകളാണ്. അതിന്റെ ഒരു ബിൽ ഇപ്പോൾ അവരുടെ പാർലമെന്റിൽ കൊണ്ടുവന്നിരിക്കുന്നു. അധികം വൈകാതെ അതിലേക്ക് വോട്ടെടുപ്പ് നടക്കും. അതിൽ പറയുന്ന പ്രധാനപ്പെട്ട കാര്യം ഇതാണ്: തങ്ങളുടെ പരമോന്നത നേതാവ് ഖമേനിയെ കൊലപ്പെടുത്തിയ ട്രംപിനും ബെഞ്ചമിൻ നെതന്യാഹുവിനെയും നരകത്തിൽ അയക്കുന്ന ഗ്രൂപ്പിനോ വ്യക്തികൾക്കോ $58 മില്യൺ പാരിതോഷികം നൽകും എന്നുള്ളതാണ് ഈ ബില്ല്. ഇത് ദേശീയ സുരക്ഷാ വിദേശ നയ സമിതിയുടെ ചെയർമാൻ ഇബ്രാഹിം അസീസാണ് ഈ വിവരം പുറത്ത് പറഞ്ഞിരിക്കുന്നത്. ദ ടെലിഗ്രാഫ്, ഇറാൻ വയർ തുടങ്ങിയ മാധ്യമങ്ങൾ ആണ് ഇത് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അതായത് ഈ ലോകത്ത് എവിടെയായാലും ട്രംപിനും നെതന്യാഹുവിനും വേട്ടയാടും എന്ന് പറയുമ്പോൾ പറയാതെ പറഞ്ഞു വെക്കുന്നത് അമേരിക്കൻസിനും ഒപ്പം തന്നെ ജൂതർക്കുമെതിരായി ലോകത്തെമ്പാടും ആക്രമിക്കാൻ അല്ലെങ്കിൽ ആക്രമണത്തിന് ഒരു സൂചന നൽകുന്ന, ഇല്ലെങ്കിൽ അതിന് പാരിതോഷികം നൽകുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മറിയും. ഇതിനു മുമ്പ് നമ്മൾ കണ്ടതാണ്, സൽമാൻ റഷ്ദി ഉൾപ്പെടെയുള്ളവരെ വധിക്കാനായി ഫത്ത് ഇറക്കുമ്പോൾ അതിന്റെ ഒരു പരിണിത ഫലം നാം കണ്ടത് യൂറോപ്പിൽ പലയിടത്തും അത് വർഗീയ സംഘർഷമായും കലാപമായും കൊലപാതകമായും ഒക്കെ മാറുന്ന ഒരു കാഴ്ചയാണ്. അത്തരത്തിലേക്ക് നീങ്ങാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. ഏതായാലും യുദ്ധം അതിന്റെ മറ്റൊരു തലത്തിലേക്ക് കടന്നിരിക്കുന്നു. ഫത്വ പുറത്ത് ഇറക്കിയിരിക്കുന്നു. സാധാരണഗതിയിൽ ഇത് നേരത്തെ ഇറക്കേണ്ടതായിരുന്നു, പക്ഷേ ഇത് വളരെ വൈകിയാണ് എത്തിയത് എന്ന് മാത്രം. ഏതായാലും $58 മില്യൺ വേണ്ടിയിട്ട് വ്യക്തികളോ ഗ്രൂപ്പുകളോ എന്ന് പറയുമ്പോൾ സ്വാഭാവികമായി തന്നെ ഭീകരവാദ ഗ്രൂപ്പുകൾ ഇതിനുവേണ്ടി ഇറങ്ങി പുറപ്പെടുമെന്നുള്ള കാര്യം ഉറപ്പാണ്. ഒപ്പം തന്നെ ഒരു സൈബർ വാർഫെയർ ഗ്രൂപ്പ് ആയ ഹന്തല എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ് ഈ സൈബർ പ്രചരണം തുടങ്ങിയിട്ടുണ്ട്. അതിൽ അവർ പറയുന്നത് കിൽ ട്രംപ് എന്നൊരു ഹാഷ്ടാഗോട് കൂടിയാണ് ഈ ഒരു പ്രചരണം അവർ ആരംഭിച്ചിരിക്കുന്നത്. അതിനകത്ത് ഇതിന്റെ വ്യക്തതയായി കാര്യങ്ങൾ വിശദമായി തന്നെ പറയുന്നുമുണ്ട്. ന്യൂസ് ഡെസ്ക്.